ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. നമുക്കൊരു റിലേഷൻഷിപ്പ് റീഡിങ് എടുത്ത് നോക്കാം. അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന്, അവരുടെ കറണ്ട് എനർജി, അതൊക്കെ ഒന്ന് നോക്കാം. നിങ്ങളുടെയും കൂടെ അവരുടെ എനർജി നോക്കാം. ഡെത്ത് കാർഡാണ്. 10 of Wands, the Empress, Ace of Pentacles, 9 of Wands. ഇനി നിങ്ങളുടെ എനർജി നോക്കാം. 3 of Pentacles, 9 of Cups, 7 of Wands, 4 of Swords, 8 of Swords. നിങ്ങളുടെ അവരുടെ എനർജി ആയിട്ട്, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിട്ട് നോക്കുമ്പോൾ ഡെത്ത് കാർഡാണ്. അവരൊരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നു എന്നാണ്. ഇപ്പോൾ നിങ്ങളായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്ത ആളുകളായിരിക്കാം. അവർ നിങ്ങളായിട്ട് കോണ്ടാക്റ്റ് വയ്ക്കാനും മെസ്സേജ് ചെയ്യാനും നിങ്ങളോട് സംസാരിക്കാനും ആഗ്രഹിക്കുന്നു. കാര്യമായിട്ടുള്ളൊരു മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇതുവരെയുള്ള സ്റ്റേജിൽ നിന്നും. 10 of Wands പറയുമ്പോൾ അവരൊരുപാട് ഭാരം, ബുദ്ധിമുട്ട് ഇപ്പോൾ അനുഭവിക്കുന്ന ഒരവസ്ഥയാണ്. എടുത്ത പൊങ്ങാത്ത ഭാരം താങ്ങിപ്പോകുന്ന അതുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങളോട് കോണ്ടാക്റ്റ് ഇല്ലാതെ അവരുടേതായ പ്രശ്നങ്ങളിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി ഇതാവുന്ന ഇതിൽ അവർ പോകുന്നത്. അതുകൊണ്ട് അവർക്കത് വേറൊന്നും ചിന്തിക്കാൻ സാധിക്കുന്നില്ല എന്നൊരവസ്ഥയായിരിക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് വരുന്നത്. പക്ഷേ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് നല്ല ഒരു ചിന്തകളും നല്ല ഒരു ഇതും കാര്യമായിട്ട് അവർക്കൊരു അസറ്റായിട്ട് തന്നെയാണ് അവർ കണ്ടിരുന്നത്. അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയൊരു സ്ഥാനമുണ്ട്. പക്ഷേ അവർക്കത് കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളോട് കൂടുതൽ നിങ്ങളിലേക്ക് വരണം എന്ന് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി അവർ മനസ്സിൽ ചിന്തിക്കുന്നേ ഉള്ളൂ, അവർ ആക്ഷൻ എടുത്തിട്ടില്ല ഇതുവരെയും. അപ്പോൾ അടുത്ത് തന്നെ അതിന് വേണ്ടിയുള്ളൊരു ആക്ഷൻ എടുക്കും എന്നുള്ള ഇതിലേക്കാണ് സൂചനയാണ് തരുന്നത്. 9 of Wands ആകുമ്പോഴും അവർ പെണ്ണിലേക്ക് നോക്കി അവർ കടന്നു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ സംസാരങ്ങളുണ്ടായിരിക്കാം, പറഞ്ഞു മുഷിഞ്ഞിട്ടിരിക്കാം, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് വിഷമിക്കുന്നതായിരിക്കാം. എന്ത് തന്നെയാലും അവർ കൂടുതൽ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായുള്ള കാര്യങ്ങളും അവരുടെ ലൈഫിലുണ്ടായ കാര്യങ്ങളും എല്ലാറ്റിനെക്കുറിച്ചും ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഉള്ളിൽ അവർക്ക് നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളായിട്ട് കോണ്ടാക്റ്റ് വയ്ക്കണം, നിങ്ങളിലേക്ക് മടങ്ങി വരണം എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ വിഷമങ്ങളൊക്കെ ഉള്ള കാരണം അവർക്കത് സാധിക്കുന്നില്ല. പക്ഷേ അടുത്ത് തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാവും, അടുത്ത് തന്നെ അതിനൊരു മാറ്റം ഉണ്ടാവും. കാര്യമായൊരു മാറ്റം എന്തായാലും ഈ സിറ്റുവേഷനെ കുറിച്ച് ഉണ്ടാവും. നിങ്ങളുടെ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ അവസ്ഥ നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ കൂടുതൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അതിനെക്കുറിച്ച് നിങ്ങളുടെ മേഖല തന്നെ, നിങ്ങളുടെ റൂട്ട് തന്നെ മാറ്റി നിങ്ങൾ വേറൊരു ലെവലിലേക്ക് പോകാൻ നിൽക്കുകയാണ്. പക്ഷേ ഇവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പക്ഷേ വന്ന് പല കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാനായിരിക്കും. നിങ്ങൾ ആളെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കരുത് എന്നുള്ള ഒരു ആശയം പഠിപ്പിക്കാനായിരിക്കും ഇവർ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കുക. നിങ്ങളപ്പോൾ പാഠം നിങ്ങൾ പഠിക്കുന്നു എന്നതാണ് ഈ കാർഡ് ഉദ്ദേശിക്കുന്നത്. 9 of Cups ആയാലും നിങ്ങളിലേക്ക് നിങ്ങളുടെ കഴിവുകളെ അംഗീകരിച്ച്, നിങ്ങളെ സ്നേഹിച്ച്, നിങ്ങളുടേതായ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തി, മറ്റുള്ള സന്തോഷത്തിന് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഇൻഡിപെൻഡൻ്റായി നിൽക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറായി എന്നുള്ള മനസ്സുകൊണ്ട് നിങ്ങൾ ചേഞ്ച് വന്നു എന്നുള്ള എനർജി തന്നെയാണ് കാണിക്കുന്നത്. ഇതിലായാലും നിങ്ങൾ ഒരുപാട് പേര് നിങ്ങളെ ആക്രമിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, ശല്യങ്ങളുണ്ട്, എല്ലാ തരത്തിലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പല ബുദ്ധിമുട്ടുകൾ ജോലിയിലായിരിക്കാം, ലൈഫിലായിരിക്കാം. ഒരുപാട് ആളുകൾ നിങ്ങളെ ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകളല്ല, നിങ്ങൾ മാനസികമായി പല
വിധവാക്കുകൾ കൊണ്ടും പല സംസാരങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നിങ്ങളതൊക്കെ നേരിടുന്നുണ്ട്. നിങ്ങളെല്ലാം നേരിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ മനസ്സുകൊണ്ട് തയ്യാറാവുന്നു. നിങ്ങൾ കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആവുന്നുണ്ട്. അപ്പോൾ ഈ 4 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വേദനകൾക്ക് ഒരു അവധി കൊടുത്ത് നിങ്ങൾ എന്തായാലും ഇതിൽ നിന്നൊക്കെ മാറണം, ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയിൽ നിങ്ങൾ ആലോചിച്ചിട്ട് അതിനോട് ഇതായിട്ട് ആ വേദനകളിൽ ഇനി ഞാൻ സഹിക്കാം, എനിക്ക് കുഴപ്പമില്ല, എന്നെ അത് ബാധിക്കില്ല എന്നുള്ളൊരു മരവിച്ചൊരവസ്ഥയിലേക്ക് നിങ്ങൾ മനസ്സ് മാറി എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഇത് തന്നെയായാലും നിങ്ങൾ പല സ്വയം നിങ്ങളിപ്പോൾ ഇതായിട്ട് കെട്ടി ഇട്ട പോലെ നിങ്ങളുടെ ഒരു ലൈഫായിരുന്നു. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ അത് തിരിച്ചറിയുന്നു എന്നുള്ളൊരു കാർഡാണ് നിങ്ങൾക്ക് ഇതുവരെ വന്നിരിക്കുന്നത്. ഇനി ഒരു കാർഡ് കൂടി നോക്കി നോക്കാം, എന്താണ് നിങ്ങൾക്ക് എന്താണ് പ്രതീക്ഷ എന്നുള്ളത്. ഇത് വന്നതും 4 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ ഒരു മിസ്സിങ് എനർജി തന്നെയാണ്. പക്ഷേ നിങ്ങളത് മിസ്സിങ് എനർജി ആണെങ്കിലും നിങ്ങൾക്കത് ഇനി വേണ്ട എന്നുള്ള ആ ഒരു അവസ്ഥയാണ്. നിങ്ങളങ്ങനെ എന്തെങ്കിലും തന്ന് എന്നെ കൊതിപ്പിക്കേണ്ട, ആശിപ്പിക്കേണ്ട എന്നുള്ളൊരു ലെവലിൽ നിങ്ങൾ മാറിയിരിക്കുന്ന ഒരു മനസ്സിലേക്ക് മാറിയിരിക്കുന്നു. എന്തായാലും എന്ത് തന്നെയായാലും ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നല്ല മനസ്സോടെ നേരിടുക. അങ്ങനെ ഒരു ഇതാണ്. നിങ്ങൾക്ക് ഒരു ഓറക്കിൾ മെസ്സേജ് കൂടി നോക്കാം. ഡിസ്റ്റൻസ് അതാണ് വന്നിരിക്കുന്നത്. യു ആൻഡ് യുവർ പാർട്ട്ണർ മേ ബി ഫിസിക്കലി ഓർ ഇമോഷണലി ഡിസ്റ്റൻറ്റ്. നിങ്ങൾ രണ്ടുപേരും എന്തായാലും എല്ലാം കൊണ്ടും നോ കോണ്ടാക്റ്റ് അവസ്ഥയിലാണ്. പക്ഷേ അടുത്ത് തന്നെ ഇവിടെ കാർഡ് കാണിച്ചിരിക്കുന്നത് അവരുടെ മനസ്സിൽ മാറ്റം വരും. എന്തായാലും നിങ്ങളെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളും നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് തന്നെ തിരിച്ച് വരും. നിങ്ങൾ ചേസ് ചെയ്യേണ്ട കാര്യമില്ല. അവർ എന്തായാലും നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളൊരു മെസ്സേജാണ് ഇന്ന് കിട്ടുന്നത്. എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. റെസനേറ്റ് ആയവർ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.